A+2 സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അവരുടെ ഭർത്താവും സഹോദരന്മാരും ചേർന്ന് ഒരു KSRTC ബസ് തിരുവനന്തപുരം നഗരത്തിൽ തടഞ്ഞു നിർത്തുന്നതും തുടർന്ന് ഡ്രൈവറുമായി ഉണ്ടാക്കിയിട്ടുള്ള കശപിശയുമൊക്കെ വാർത്തകളായി നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കും. ഇത് സംബന്ധിച്ച് ഒരു കോർപ്പറേഷൻ മേയർക്ക് എന്തെല്ലാം അധികാരമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾ മാത്രമല്ല, കോർപ്പറേഷൻ മേയർമാരും അതേപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരുമൊക്കെ ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അവർക്ക് അറിയാമായിട്ടും ചില കാര്യങ്ങളിൽ അധികമായ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നടന്ന സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വ്യക്തമായും ഈ ആക്റ്റുകളിൽ, അതായത് മുനിസിപ്പൽ ആക്ടിനകത്ത് ഒരു കോർപ്പറേഷൻ മേയറുടെ അധികാരം എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ മുനിസിപ്പൽ ആക്ട് തന്നെയാണ് കോർപ്പറേഷനും ബാധകം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് ആക്ട് പ്രത്യേകിച്ച് ഉള്ളതുമാണ്. അപ്പോൾ ഈ ആക്ടിനകത്ത് തന്നെ എന്തൊക്കെയാണ് ഒരു മേയറുടെ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ അധികാരങ്ങൾ എന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ അധികാരങ്ങളിൽ ഒരിടത്തു പോലും ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി പരിശോധിക്കാമെന്നോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരു മേയർക്ക് തടഞ്ഞു നിർത്താമെന്നോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആമുഖമായി പറയട്ടെ. ഇവർക്കൊക്കെ എന്തൊക്കെയാണ് അധികാരങ്ങളെന്ന് അടിവരയിട്ടു തന്നെയാണ് പറയുന്നത്. അതിൽ അപ്പുറമുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ നിയമവിധേയം അല്ല. ഒരു KSRTC ഡ്രൈവർ സൈഡ് കൊടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഒരു കെറിവാണ് ഇവിടെ കോർപ്പറേഷൻ മേയറും അവരുടെ ഒപ്പമുണ്ടായിരുന്നവരും കാണിച്ചതെന്നാണ് ഇപ്പോൾ പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കോർപ്പറേഷൻ മേയറാണെന്ന് അറിഞ്ഞിട്ടല്ല ആ ഡ്രൈവർ അത് ചെയ്തത് എന്ന് ഡ്രൈവർ തന്നെ പലവട്ടം പറഞ്ഞിട്ടും അതൊന്നും തന്നെ ശ്രദ്ധയിലെടുക്കാതെ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. ഒരിക്കലും നിയമവിധേയമായ കാര്യമല്ല ഇക്കൂട്ടർ ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവരുടെ അധികാരമെന്ന് നോക്കാം. ഇവർക്ക് നൽകിയിരിക്കുന്ന അധികാരം ഇവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ എന്നുള്ളതല്ലാതെ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലൊന്നും ഇടപെടാനുള്ള ഒരു അധികാരവും ആക്ട് അവർക്ക് നൽകിയിട്ടില്ല. സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ അങ്ങനെ ഒരു കാര്യം നൽകിയിട്ടും ഇല്ല. ഇത് തന്നെയാണ് മറ്റ് കോർപ്പറേഷൻ മേയർമാർക്കും അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കും ഉള്ളതും. അവർക്കും അങ്ങനെ അഡീഷണലായിട്ട് യാതൊരു പവറും നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ചെയർപേഴ്സൻ്റെ അധികാരം അല്ലെങ്കിൽ മേയറുടെ അധികാരം എന്ന് പറയുന്നത് ആക്ടിന് വിധേയമായി, അതായത് മുനിസിപ്പൽ ആക്ട് പറഞ്ഞതുപോലെ കോർപ്പറേഷനും ബാധകമാണ്. മുനിസിപ്പൽ ആക്ടിന് വിധേയമായ പരിശോധനകൾ, ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പരിശോധനകൾ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനകൾ നടത്തുകയോ ചെയ്യാം. മറ്റൊന്ന്, മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ, ഈ സ്ഥാപനത്തിലെ ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിനുള്ള കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ കമ്മിറ്റികളുടെയോ, ഇവർക്ക് പ്രത്യേക കമ്മിറ്റികളുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും, ഈ കമ്മിറ്റികളുടെയോ ഏതെങ്കിലും പ്രമേയം നടപ്പാക്കുന്നതിന് യുക്തമായ നിർദ്ദേശവും ഉത്തരവും സെക്രട്ടറിക്ക് നൽകാനുള്ളതാണ് മറ്റൊരു അധികാരം. ഇനി പറയുന്ന ഒരു അധികാരം ഈ ആക്റ്റിൽ
മറ്റ് വിധത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതൊഴികെ ആക്റ്റിലെ വ്യവസ്ഥ നടപ്പാക്കുന്നതിൻ്റെയും കൗൺസിൽ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെയും ആവശ്യത്തിലേക്കുള്ള ഭരണ നിർവഹണ അധികാരമാണ്. ഇത് നടപ്പാക്കാനുള്ള അധികാരം മാത്രമാണ് അക്കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനും ആ കൗൺസിൽ യോഗത്തിലെ നടപടികൾ നിയന്ത്രിക്കാനുമുള്ള അധികാരമാണ്. ഇനിയുള്ളത്, ഉദ്യോഗസ്ഥരെടുത്ത നടപടികളുടെ മേൽനോട്ടം വഹിക്കാനും നിയന്ത്രിക്കാനും സെക്രട്ടറിയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കാനും സെക്രട്ടറി തയ്യാറാക്കുന്ന മറ്റ് ജീവനക്കാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനുമുള്ള അധികാരം ഈ മേയർമാർക്ക് ഉണ്ട്. അതേപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കും ഉണ്ട്. ഇനിയുള്ളത്, സർക്കാർ നിശ്ചയിക്കുന്ന പരിധിയിലുള്ള കണ്ടിജൻ്റ് എക്സ്പെൻഡിച്ചർ നടത്താനുള്ളതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഈ എക്സ്പെൻഡിച്ചർ ചെലവുകൾ നടത്താനുള്ള അധികാരമുണ്ട്. അതുപോലെ മറ്റൊരു അധികാരം, ഈ മുനിസിപ്പാലിറ്റിയുടെ പണം കൊടുക്കലും പണം വാങ്ങലും അധികൃതമാക്കുന്നത് ഈ മേയറുടെ അല്ലെങ്കിൽ ചെയർപേഴ്സൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അവർ പാസ് ഓർഡർ ഇട്ടാൽ മാത്രമേ പണം നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഫയലിൽ പാസ് ഓർഡർ ഇടേണ്ടതുണ്ട്. പാസ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചെക്ക് നൽകുന്നത് സെക്രട്ടറിയാണ്. പക്ഷേ ഫയലിൽ മേയറുടെയോ ചെയർപേഴ്സൻ്റെയോ ഈ പാസ് ഓർഡർ വേണ്ടതുണ്ട്. മറ്റൊന്ന്, സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും സർക്കാരിലേക്ക് നൽകേണ്ടതായ സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും തയ്യാറാക്കിക്കുക എന്ന ചുമതലയും ഉണ്ട്. തയ്യാറാക്കുന്ന ജോലിയല്ല, തയ്യാറാക്കിക്കുക. ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് തയ്യാറാക്കിക്കുന്നതിനുള്ള ചുമതലയും ഈ മേയർ അല്ലെങ്കിൽ ചെയർപേഴ്സന് ഉള്ളതാണ്. ഇനിയുള്ളത്, പൊതുജനങ്ങളുടെ രക്ഷയ്ക്ക് ഉടനടി ചെയ്യേണ്ട ജോലി ചെയ്യിപ്പിക്കലും അതിനുള്ള ചെലവ് നൽകലുമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ വേണ്ട ജോലി ചെയ്യിപ്പിക്കുകയും അതിനുള്ള എക്സ്പെൻസ് നൽകുകയും ചെയ്യുക. കൗൺസിൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യവും ഈ പറഞ്ഞ ക്ലോസിൽ വരികയുമില്ല. അടിയന്തര രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിലും കൗൺസിൽ നിരോധിച്ചിട്ടുള്ള ഒരു ജോലി ചെയർപേഴ്സണോ മേയർക്കോ ചെയ്യിപ്പിക്കാൻ അധികാരമില്ല. അതുമാത്രമല്ല, ഇനി മറ്റൊരു അധികാരം ഉള്ളത്, ഈ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങളുടെ രക്ഷയ്ക്കൊരു കാര്യം ചെയ്യുന്നു, അതിന് ചെലവ് നൽകുന്നു എങ്കിലും അത് തൊട്ടടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും മേയർക്ക് അല്ലെങ്കിൽ ചെയർപേഴ്സണോ ഉണ്ട്. ഇനിയുള്ള ഒരു അധികാരം, മുനിസിപ്പാലിറ്റിക്ക് ചുമതലകൾ നിർവഹിക്കുക. ഭരണനിർവഹണത്തിന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താം. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താം. ഭരണനിർവഹണ അധികാരം അക്കാര്യത്തിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർക്ക് ഉള്ളതുമാണ്. സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്ത ഗസറ്റഡ് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യ വിലോപനം ഇല്ലെങ്കിൽ ആജ്ഞാലംഘനം, ഉത്തരവ് ലംഘനം ഇതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാം. പക്ഷേ സെക്രട്ടറിയെയോ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്ത ഗസറ്റഡ് ഓഫീസർ ഒഴികെയുള്ളവരെയോ മാത്രമേ ഇത് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ. സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സർക്കാരിന് മാത്രമാണ്. വിട്ടുകൊടുത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും അതാത് വകുപ്പുകൾക്കോ ഗവൺമെൻറ്റിന് നേരിട്ടോ മാത്രവുമായിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ തൊട്ടടുത്ത കൗൺസിലിൽ ഇത് വെക്കേണ്ടതുണ്ട്. കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങുകയും വേണം. ഇല്ലെങ്കിൽ ഈ ഉത്തരവും അസാധുവാകുമെന്ന് വ്യക്തമായും പറയുന്നുണ്ട്. അതുപോലെ ഫയൽ ആവശ്യപ്പെടാനുള്ള അധികാരം ഉണ്ട്. പക്ഷേ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിധേയമായ ഉത്തരവുകൾ മാത്രമേ ഈ ഫയലിന്മേൽ മേയർക്കോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ഇടാനുള്ള അധികാരം ഉള്ളൂ. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി അധികാരം ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകിയിട്ടുള്ള വിഷയത്തിൽ അവർക്ക് മാത്രമേ അക്കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൽ ഇടപെടാനുള്ള അധികാരം മേയർക്കോ ചെയർപേഴ്സണോ ഉണ്ടായിരിക്കുകയില്ല. സ്റ്റാറ്റ്യൂട്ടറി അധികാരം, ഉദാഹരണം കെട്ടിട നിർമ്മാണം, അതൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരമാണ്. അതുപോലെ ഹോട്ടൽ പരിശോധനകൾ, ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിൽ ഉള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി അധികാരമാണ്. ഈ അധികാരം വിനിയോഗിക്കാൻ ഒരു തരത്തിലും മേയർക്കോ ചെയർപേഴ്സണോ അധികാരമില്ല. ഒരു കെട്ടിട നിർമ്മാണ ഫയൽ വിളിച്ചു വരുത്തി അതിൽ ഉത്തരവിടാൻ മേയർക്കോ ചെയർപേഴ്സണോ കഴിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്.
മറ്റൊരു അധികാരം, കൗൺസിൽ പ്രമേയം നിയമാനുസൃതമല്ലെങ്കിൽ അത് നടപ്പാക്കിയാൽ മനുഷ്യജീവനും ആരോഗ്യത്തിനും പൊതുജനരക്ഷയ്ക്കും അപകടമാണെങ്കിൽ അക്കാര്യം സർക്കാരിലേക്ക് റഫർ ചെയ്യാനുള്ള അധികാരം മേയർക്ക് അല്ലെങ്കിൽ ചെയർപേഴ്സണ് ഉണ്ടായിരിക്കും. അതുപോലെ രേഖകൾ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ഇനിയുള്ള മറ്റൊരു അധികാരം സർക്കാരിലേക്കുള്ള കത്തിടപാടുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കത്തിടപാടുകൾ ഒഴികെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ വഴി ആയിരിക്കും സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും സർക്കാരിലേക്ക് അയക്കുക. ഇത്രയുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള ചുമതലകൾ ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അധികാരങ്ങളെന്ന് മനസ്സിലാക്കുക. മറ്റ് ചില ചുമതലകൾ കൂടി സൂചിപ്പിക്കാം. 1. കൗൺസിൽ യോഗം വിളിക്കുക. 2. ആക്റ്റിൽ അനുസരിച്ചിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുക. 3. പ്രവർത്തനത്തിൽ ആ മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ ആ കോർപ്പറേഷനിലെ പ്രവർത്തനത്തിൽ ആകെ കൂടിയുള്ള മേൽനോട്ടം വഹിക്കുക. സെക്രട്ടറിയുടെയും കമ്മിറ്റിയുടെയും ചുമതലകൾ ഏകോപിപ്പിക്കുക. ഇത്രയുമാണ് മേയർക്ക് അല്ലെങ്കിൽ ചെയർപേഴ്സന് ആക്ട് നൽകിയിട്ടുള്ള, ചട്ടങ്ങൾ പ്രകാരം നൽകിയിട്ടുള്ള അധികാരങ്ങൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലപ്പുറമുള്ള അധികാരമൊന്നും ഇവർക്ക് നൽകിയിട്ടില്ല. KSRT ബസ്സിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്താനും ഡ്രൈവറെ പിടിച്ചിറക്കാനും ഡ്രൈവറെ പോലീസിനെ ഏൽപ്പിക്കുന്നതൊന്നും മേയറുടെ ചുമതലകളിൽ വരുന്നതല്ല. അത് നിയമലംഘനം ഒരു പൗരൻ നടത്തുന്നതിന് സമാനമായ കാര്യമാണ്.